ചെത്തിയിടുന്ന മെഴുകാണിത്. സീലിങ്. പ്രകൃതിയിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നാണല്ലോ തേൻ. തേനിൻ്റെ അനന്തമായ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ അനീഷ് ബാലചന്ദ്രൻ. AB ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തി ഗ്രാമമായ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള മോഹനൻ ചേട്ടൻ്റെ വീട്ടിലാണ്. നമസ്കാരം മോഹനൻ ചേട്ടാ. നമസ്കാരം. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരു കർഷകനാണ്, ഒരു കലർപ്പില്ലാത്ത കർഷകനാണ് ശ്രീ മോഹനൻ പിള്ള ചേട്ടൻ. ചേട്ടൻ്റെ കൃഷിയിടത്തിലെ വിളവെടുപ്പൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. വൻതേൻ, ചെറുതേൻ എന്നീ കൃഷികളാണ് മോഹനൻ എന്ന ഈ കർഷകൻ ചെയ്യുന്നത്. സ്വന്തം വീട്ടുപറമ്പിലും റബ്ബർ പുരയിടത്തിലും വർഷങ്ങളായി ചെയ്യുന്ന ഈ കർഷകൻ്റെ തേൻ കൃഷി ഈ മേഖലയിൽ ഇന്ന് യുവാക്കൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പ്രചോദനം നൽകുന്നുണ്ട്. വർഷങ്ങളായി ചെയ്യുന്ന തൻ്റെ തേൻ കൃഷിയിൽ ഏത് ജോലിയിലും ഉള്ളതെന്നതുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കാൻ തൻ്റെ ഭാര്യയുമുണ്ട്. അപ്പോൾ നമ്മുടെ തേനിൽ തന്നെ ഒരുപാട് സൈസ് തേനുണ്ട്, ഒരുപാട് സൈസ് ഈച്ചകളും ഉണ്ട്. അതിൽ 2 എണ്ണത്തിനെയാണ് ഞാൻ വളർത്തുന്നത്. ഈ നാട്ടിലൊക്കെ പറയുന്ന ഞൊടിയൽ എന്ന് പറയുന്നതാണ് വലിയ തേൻ. ഇത് ചെറുതേനാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത്. കാരണം ചെറു സസ്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ തുളസി, പാവല്, കോവല്, മറ്റ് പിന്നെ രാമതുളസി, വാഴ കുലച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെ ചെറു പുഷ്പങ്ങളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഔഷധ ഗുണം കൂടുതൽ. അതുകൊണ്ടാണ് തേന് വില. ഞാൻ കൊടുക്കുന്നത് ചെറുതൻ 2250 രൂപയാണ് കൊടുക്കുന്നത്. അതിന്റെ ഉൽപാദനം കുറവായിരിക്കും. ഉൽപാദനം കുറവ്. ഒരു കൂട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷാവർഷം എടുക്കുകയാണെങ്കിൽ ഒരു കൂട്ടിൽ നിന്ന് 250-300 ഗ്രാം ഇതേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുതേന് നമുക്ക് ഉൽപാദനം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വില കൂടുതലും. ഇതിന് കൂടുതൽ വില തരാൻ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. പക്ഷെ തേൻ കൊടുത്ത് നമുക്ക് മുഴുപ്പിക്കാൻ പറ്റുന്നില്ല അവർക്കൊക്കെ. കാരണം ഇതിന്റെ ഉൽപാദനം കുറവായുണ്ട്. 75 കൂടോളം ഉണ്ട് ചെറിയ ഈച്ചയുടെ കൂട്. 75 കൂടുണ്ട്. ഈ 75 കൂട്ടിൽ നിന്ന് എത്ര ഗ്രാം ഒരു വർഷം നമുക്ക് ഉൽപ്പാദിപ്പിക്കാം? ഒരു വർഷം 11 കിലോ എനിക്ക് കിട്ടി. 11 കിലോ. 75 കൂടുകളിൽ നിന്ന് ചെറുതേൻ കൃഷിയിൽ 11 കിലോയാണ് കിട്ടിയത്. പക്ഷെ ഈ വർഷം അത് കൂടാൻ സാധ്യതയുണ്ട്. കാരണം കൂടുകൾ ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇത്തിരി കൂടാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 11 കിലോയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് വൻതേനാണ് അല്ലേ? ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതും വൻതോതിൽ ചെയ്യാൻ പറ്റുന്നതും ഈ റബ്ബറുള്ള കാലം മുതൽ ഉള്ളടം വരെയും നമുക്ക് ഈ വലിയ ഈച്ചയുടെ തേനാണ് നമുക്ക് ഉൽപാദനം കൂടുതൽ. കാരണം എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് 1700 കിലോ തേൻ വരെ കിട്ടി. 200 കൂടുകളിൽ 200 കൂടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും തേൻ കിട്ടുന്ന നമുക്ക് ചെറുതേനിൽ അത് വരത്തില്ല. പക്ഷെ കുറച്ച് കിട്ടിയാലും നമുക്ക് നല്ല വില കിട്ടും. അതിന് ഈ വിപണി ഉണ്ടോ? ഇപ്പോൾ വിപണി എല്ലായ്പ്പോഴും ഉണ്ടോ? അതിന് ആൾക്കാർ അന്വേഷിച്ചു. ഈ 10-20 വർഷം കൊണ്ട് എനിക്ക് ഈ തേനീച്ച കൃഷി ഉണ്ടായത് കൊണ്ട് ആൾക്കാർ അറിഞ്ഞു കേട്ട് പല നാടുകളിൽ നിന്നും വരാറുണ്ട്, ഗൾഫുകളിൽ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു വർഷം കൊടുത്ത് പറ്റിക്കാൻ തേനില്ല. വേറൊരാളുടെ തേൻ എനിക്ക് ഇറക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് നമുക്കൊരു സംശയം, സ്വാഭാവികം, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഈ തേനിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ച് പിന്നെ കുറച്ച് അളവ് കൂട്ടി ലാഭത്തിന് വേണ്ടി പലരും അങ്ങനെ ചെയ്യുന്നതായിട്ട് അങ്ങനെ എനിക്ക് അതറിയില്ല. ഇങ്ങനെ പത്രങ്ങളിലൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അതിൽ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പക്ഷെ തേനകത്ത് നമ്മൾ ജലാംശം കൂടിയാൽ
അത് ഗ്യാസ് കയറി അത് പൊട്ടിത്തെറിക്കും. അതെ അതെ അതെ. ജലാംശം കൂടിയാൽ, ഈസ്റ്റിന്റെ അംശം കൂടിയ പുളിക്കും. അതെ അതെ. പുളിപ്പ് ഉണ്ടാക്കുന്നതാണ് ഈസ്റ്റ്. ഇത് രണ്ടിനെയും നമ്മൾ മാറ്റിയാണ് ഈ തേൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇത്രയും വർഷങ്ങളായിട്ട് എന്റെ തേൻ ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. അതെ, അതിനകത്ത് ഈ നമുക്ക് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വല്ല മാർഗങ്ങൾ വല്ലതും ഉണ്ടോ? അതില് പ്രത്യേക അത് ലബോറട്ടറികളിൽ പരിശോധിച്ച് അറിയാം. പക്ഷേ നമ്മുടെ ഇത് നല്ല തേനാണോ അതെ ഇതിൽ മായമുണ്ടോയെന്ന് ഞാൻ നോക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു സ്പൂൺ തേൻ എടുത്ത് ഒരു ഗ്ലാസ് വെള്ള ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇത് ഒഴിക്കും. ഒഴിക്കുമ്പോ ഈ തേൻ വെള്ളത്തിലൂടെ ചെന്ന് അടിയിൽ ചെന്ന് തങ്ങുകയാണെങ്കിൽ അത് നല്ല തേനാണ്. അതല്ല ആ ജലത്തില് പടർന്ന് അതിൽ കലങ്ങുകയാണെങ്കിൽ അതിനകത്ത് ജലാംശം കൂടുതലാണ്. അത് ജലാംശവും ഈസ്റ്റിന്റെ അംശവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ ഒരു ഇതേ നമുക്കറിയാവും. മറ്റ് കംപ്ലൈന്റ് മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അത് കണ്ടിട്ടുമില്ല. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പലരും ഈ അറിവുന്നത്. ലളിതമായ ഒരു മാർഗമാണ് അതല്ലേ? അതെ അതെ. എളുപ്പമായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, ലബോറട്ടറിയിൽ അല്ലാതെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തേൻ നല്ലതാണോ ചള്ള. പിന്നെ ഒരു ന്യൂസ് പേപ്പറിനകത്ത് ജലാംശം കൂടുതലുണ്ടെങ്കിൽ അതറിയണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിനകത്ത് തേൻ തൊട്ട് ഞൊടിച്ചു കഴിയുമ്പോൾ അതിൽ തുള്ളി ചെന്ന് വീഴുമ്പം മറുഭാഗം നനയുകയാണെങ്കിൽ ജലാംശം കൂടുതലാണ്. അത് അങ്ങനെയാണ് അതിന്റെ അറിയുന്നത്. ഇത് രണ്ട് പരീക്ഷണങ്ങളും നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ തേൻ ഇതുവരെ നമുക്ക് തിരിച്ചു വന്നിട്ടില്ല. എല്ലാം നല്ല അഭിപ്രായം തന്നെയാണ്. മാത്രവുമല്ല, ഇവിടെ തിരുവനന്തപുരത്ത് പങ്കജ കസ്തൂരിയിൽ നമ്മുടെ തേൻ അയച്ചു കൊടുത്ത് ഒരാൾക്ക് കൊടുത്തപ്പോൾ അത് ക്രിസ്റ്റലായപ്പോൾ ഇതിനകത്ത് മായം ചേർത്തതാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവര് പങ്കജ കസ്തൂരിയിൽ ഇതിന്റെ ഒരു ചെറിയ ഒരു സാമ്പിൾ അയച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ അറിയുന്നില്ല, ഞാൻ അറിയാതെ ചെയ്യുകയാണ്. അപ്പോൾ ഈ പങ്കജ കസ്തൂരിയിൽ അയച്ചു കൊടുത്തപ്പോൾ കുടുംബശ്രീയുടെയും പതഞ്ജലിയുടെയും എന്റെയും തേനാണ് അവിടെ ചെന്നത് പരിശോധനയ്ക്ക് ചെന്നത്. കുടുംബശ്രീയുടെ തേൻ കൊള്ളാം, അതിൽ ഇച്ചിരി ജലാംശവും ഈസ്റ്റിന്റെ അംശവും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് നാച്ചുറൽ തേൻ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ട് നല്ല ഒറിജിനൽ തേനായിട്ട് വന്നത് എനിക്കുള്ള പേര്. അങ്ങനെ അവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ തേൻ വളരെ നല്ല തേനാണ്, നാച്ചുറൽ തേനാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ചേട്ടൻ ഈ കൃഷി ചെയ്യുന്നത് കൂടുതൽ ഈ റബ്ബർ പുരയിടത്തിലാണ്. നമ്മുടെ ഈ റബ്ബർ പുരയിടത്തിൽ ഒരുപാട് കൂടുകൾ ഇങ്ങനെ കാണുന്നു. ഇതിനകത്ത് പല അളവില് പല അകലത്തിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയമായ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മളൊരു സംശയം. ശാസ്ത്രീയമായി എന്ന് പറഞ്ഞാൽ വലിയ ഈച്ചകളുടെ കൂടുകൾ വയ്ക്കുന്ന ഒരു 20 അടി അകലമെങ്കിലും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടിൽ നിന്ന് മറ്റേ കൂട്ടിലേക്ക് കയറത്തില്ല. ഈച്ചകൾ വന്ന് പറ്റുകയും അതിൽ അസുഖമുള്ള കൂട്ടിലെ ഈച്ചയാണ് ആ കൂട്ടിലേക്ക് ചെന്ന് പറ്റുന്നെങ്കിൽ അതിൽ അസുഖമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു നിശ്ചിത അകലം എന്ന് പറയുന്ന 20 അടി അകലമാണ് നമ്മൾ ഇട്ട് വെക്കാറുള്ളത്. അത് വലിയ ഈച്ച. ചെറിയ ഈച്ചയ്ക്ക് അത്രയും വേണ്ട. ചെറിയ ഈച്ചയ്ക്ക് ഒരു 3-4 അടി 5 അടി അകലം മതി. ഒരു പെട്ടിയിൽ തന്നെ 2 സെറ്റ് ഈച്ചകളെ വളർത്താനും സാധിക്കും. അറ തിരിച്ചാൽ മതി ചെറിയ ഈച്ചയ്ക്ക്. അപ്പൊ ചെറിയ ഈച്ചയ്ക്ക് അത് വിഷയമല്ല. ചെറിയ ഈച്ച എന്ന് പറയുന്നത് എപ്പോഴും ഒളിവിലിരിക്കുന്ന ഒരു ഇരുട്ടിലിരിക്കുന്ന ഒരു ജീവിയാണ് ചെറിയ ഈച്ച. ചെറിയ ഈച്ച നമ്മുടെ വീടിന്റെ ഭിത്തികളില്, വീടിന്റെ ഫൗണ്ടേഷനില് ഒക്കെ ഇങ്ങനെ വന്ന് കൂടിയിരിക്കുന്നത്. അത് അപാര മറ്റേ ഈച്ചയെക്കാളും കൂടുതൽ ബുദ്ധി ഇതിനെന്ന് നമുക്ക് പറയാം. കാരണം ഒരിക്കലും പൊളിക്കാത്ത ഇടങ്ങളിലാണ് ഇത് കൂടുതലും വന്ന് പറ്റാറ്. ഭിത്തികൾ, ഒരു വീട് പൊളിച്ചിട്ട് തേനെടുക്കും ആരെങ്കിലും, വീടിന്റെ ഫൗണ്ടേഷനുകളിലാണ് ഇവൻ ചെന്ന് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരങ്ങളുടെ കൊത്തുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇത് തേടി പിടിച്ചു പോകുന്നതാണ്. അതായത് നമ്മുടെ മനുഷ്യന്റെ സാമീപ്യം അധികം ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ അധികം എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. എടുക്കാൻ പറ്റാത്തതിനകത്ത് ഇരിക്കുന്ന ഫൗണ്ടേഷനിലിരിക്കുന്ന അതിൽ നമ്മൾ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ തേനെടുക്കുമല്ല, ഈച്ചയെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതിനകത്തൊരു ട്യൂബ്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മൾ ഈ പൈപ്പ് കൊടുത്ത് ഈ പൈപ്പ് വഴി ഈച്ചയുടെ പെട്ടിയിലേക്ക് മാറ്റുക. ഈച്ചക്കൂടാണിത്. ഇത് നമ്മുടെ കോർട്ടിക്കോർപ്പ് തന്ന ഒരു 10 കൂട് ഇതാണുള്ളത്. അതിനകത്തോട്ട് ഈച്ച, ഇതിൽ നിന്നാണ് ഈച്ചകൾ പുറത്ത് പോകുന്നത്. ഇതിപ്പം ഇത് പെട്ടെന്ന് മറ്റതിനേക്കാളും
പെട്ടെന്ന് ഇതിനകത്ത് ഈച്ചയാവും. ഈച്ചയാവും. ഇതൊരു 3-4 മാസം കഴിയുമ്പോൾ ഈ കൂട് അതിന് യോജിച്ചതാണ്. അപ്പൊ ഈച്ചകളെ ഇങ്ങനെ പിരിക്കാൻ ഇത് നല്ല മാർഗമാണ്. ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത് ഇതിലൂടെ ഇങ്ങനെ ഈച്ചകൾ പോകുന്ന കാണാം. ഈ പൈപ്പിലൂടെ പോയി ഇതിനകത്ത് ആയി കഴിയുമ്പോൾ ഞാൻ ഈ പൈപ്പിന്റെ കണക്ഷൻ അങ്ങ് മാറ്റിയിട്ട് ഇതിന്റെ മേളിൽ വെക്കുന്ന തേൻ വെക്കുന്ന ഒരു ഇതുണ്ട്, കുഴല്, അതെടുത്ത് ഫിറ്റ് ചെയ്ത് തോണ്ടല്ല അവിടെ തൂക്കിയിരിക്കുന്നില്ലേ, അതേ കണക്ക് കൊണ്ടുവന്ന് അങ്ങ് തൂക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ പെട്ടിയിലേക്ക് മാറ്റും. ഇതില് ചൂട് സമയത്ത് തേൻ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ആ പ്ലാസ്റ്റിക് ഭയങ്കര ചൂട് സമയമാകുമ്പോൾ തേൻ ഉരുകിപ്പോയി ഈച്ച നഷ്ടപ്പെടും. അതിന് ഞാൻ പെട്ടികളിലേക്ക് മാറ്റും. ആ ട്യൂബ് വെച്ച് അതിന് നമ്മൾ മറ്റൊരു കൂട് വെച്ചിട്ട് ആ കൂട്ടിലോട്ട് കണക്ഷൻ കൊടുത്തു വെക്കും. അതിൽ നിന്ന് അതിന്റെ വാവട്ടം വെളിയിലോട്ട് കാണിക്കുമ്പോൾ ഈച്ച വന്ന് കയറി ഈ ട്യൂബിനകത്തായിരിക്കും. അത് ട്യൂബിലൂടെ ഇങ്ങനെ വരും. കുറച്ചു നാൾ ഒരു 6 മാസം കഴിയുമ്പോൾ ആ ഈച്ച ഈ വെച്ചിരിക്കുന്ന കൂട്ടിനകത്താവും. കാരണം ഇതില് പൂമ്പൊടി കൊണ്ട് പോകുമ്പം പൂമ്പൊടി എങ്ങനെ ആയാലും വീഴും. ഈ പൂമ്പൊടി തിന്നാൻ വേണ്ടി റാണി ഈച്ച ഇതിനകത്ത് ഇറങ്ങി വരാറുണ്ട്. ഇതിനകത്ത് വന്ന് റാണി ഈച്ച വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ അത് അവിടെ മുട്ടയിട്ട് ഒരു കൂട് പോലെ ആയിരിക്കും. ഈച്ചകളെല്ലാം റാണി തിരിച്ചു കയറി പോയാലും ഈ മുട്ടകളും അതിനെ പൂമ്പൊടിയും തേനും ഒക്കെ മറ്റ് ഈച്ചകൾ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ആകാൻ സാധ്യതയുണ്ട്. ഈ കൂട് നമ്മൾ പിരിച്ച് 6 മാസം കഴിയും മാറ്റി വെച്ചാൽ മുട്ട ഇതിനകത്തുണ്ടല്ലോ, അതിനകത്തുനിന്ന് അത് റാണി ക്വീൻസെല്ല് കെട്ടി റാണിയാക്കി എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു കൂട്ടിൽ നിന്ന് ഇതിലേക്ക് മാറ്റുന്നത്. അതിന്റെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന്റെ കണക്ഷൻ കൊടുത്തു വെച്ചിരിക്കുന്നത് ഉണ്ട്. ഈ കൂടൊക്കെ തുറന്നൊന്ന് കാണണം എന്നുണ്ട്. തുറന്ന് ചെറിയ ഈച്ചയുടെ വലിയ ഈച്ചയുടെ രണ്ടും. അപ്പോൾ നമുക്ക് ചെറുതേന്റെ കൂട്, ഈ കൂട് നമുക്ക് ഒന്ന് കാണാം. നമ്മളെ വീട് പോലെ തന്നെയാണ് അതിനും അതിന്റെ റൂമുകളും വളരെ ഭദ്രമായിട്ടാണ് ഞാൻ വെക്കുന്നത്. കാരണം മഴ നനയരുത്. അങ്ങനെ സൂക്ഷിച്ചു വെക്കാണ്. കണ്ട പറക്കുന്നുണ്ടല്ലേ ഇത്? അതിനകത്ത് കിടന്ന് പറക്കാതിരിക്കാൻ വെള്ളത്തിലൊന്ന് മുക്കും. ഈ കുപ്പി വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിനകത്ത് നിറച്ച് ഈച്ചയാണ്. ജലാംശം വരുന്നത് കൊണ്ട് ഇത് അധികം പറക്കാൻ പറ്റത്തില്ല. ചെറിയ ഈച്ചയാണെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടാണ്. അതിന്റെ കയ്യിൽ ഒരു കാര്യം, ഈ കൂടുകൾ ഇങ്ങനെ പല കൂടുകളുണ്ട്. ഇതിനകത്ത് ഓരോ കൂട്ടിൽ വരുന്നവരെ ആ വീണ്ടും അതിൽ കൂടുകൾ മാറി മാറി കയറത്തില്ല. അതായത് അതിന് സ്മെല്ലുണ്ട്. ആ റാണിയുടെ ആ കൂട്ടിലെ റാണിയുടെ സ്മെല്ല് ഇതിലുണ്ടായോണ്ട് ആ ഈച്ചകൾ മാത്രമേ ആ കൂട്ടിൽ കയറത്തുള്ളൂ. അങ്ങനെയുണ്ട്. അല്ലാതെ നമ്മള് കൂട്ടിൽ മറിച്ച് കയറത്തില്ല. മറിച്ച് കയറിയാൽ നമുക്ക് ഇങ്ങനെ ഇത്രയും അകലത്തിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. എത്ര ദൂരം പോയാലും അതിന്റെ ആ സ്മെല്ലിന്റെ ആണ്. ആ റാണിക്ക് ഒരു സ്മെല്ലുണ്ട്. ആ റാണിയുടെ സ്മെല്ല് പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് അത് കിട്ടുന്നത്. അതിൽ റാണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ല് 15-20 മിനിറ്റോളം നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഈച്ചകൾ വന്ന് കയറാനും മറ്റ് ഈച്ചകൾ വന്ന് അത് വളരെ മോശമാണ് ആ ഈച്ചയുടെ കോളനിയെങ്കിൽ മറ്റു ഈച്ചകൾ വന്ന് ശല്യം ചെയ്ത് അതിന്റെ പുഴുവിനെയും എല്ലാം ഉപദ്രവിച്ച് അതിൽ നിന്ന് തേനും എടുത്ത് ഈ കൂട് ഇതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലെ റാണി നഷ്ടപ്പെട്ടു പോയാൽ ആ കൂട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നമ്മൾ വന്ന് കണ്ട് പുതിയ അടവെടുത്ത് വെച്ച് പുതിയ റാണി ആക്കി എടുക്കാനുള്ള സംവിധാനം ചെയ്യുവാണെങ്കിൽ ആ കൂട് നിലനിർത്താം. കൂട്ടി കിടക്കുന്നുണ്ടോ? അതായത് ഈ കൂട്ടിലുള്ള ഏകദേശം ഒരുപാട് ഈച്ചകളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇതിലുള്ള ഈ ഈച്ച എല്ലാം ഫൈറ്റേഴ്സും സകലത ഇതിനകത്ത് കയറും. പിന്നെ നമ്മൾ ചെന്ന് തുറക്കുമ്പോ ശല്യം ചെയ്യത്തില്ല. ഈ തേനീച്ചയിൽ തന്നെ പല സ്വഭാവക്കാരുണ്ടോ? ഉണ്ട്. അതിൽ ഈച്ച കോളനിയിലെ 3 സൈസ്, ഒന്ന് റാണി, വേലക്കാരി, ആണീച്ച, ഇങ്ങനെ 3. പിന്നെ ഇതിന്റെ ഫൈറ്റേഴ്സും ഇവരൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും ഇതിനകത്ത് ജോലി ചെയ്യുന്നതിന് ഓരോ ഉണ്ട്. ആയമാരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്ന 20 ദിവസം പ്രായമുള്ള ഈച്ചകളാണ് ആയയായിട്ട് ജോലി ചെയ്യുന്നത്. അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്നതും തേൻ കൊടുക്കുന്നതും മാമുണ്ണിക്കുന്നത്. അതിലെ മാമുണ്ണിക്കെന്ന് പറഞ്ഞാൽ പൂന്തേനും തേനും കൂടെ കലർത്ത്
അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തുന്നത് ആ വളരെ ഈച്ചകളാണ്. നമുക്കൊരു നമ്മുടെ മനുഷ്യ ജീവിതവുമായിട്ട് വളരെയധികം ചെറുപ്രായക്കാരി ഈച്ചകളാണ്. അതെ. വയസ്സായ ഈച്ചകളാണ് വെള്ളത്തിന് പോകുന്നത്. അതെ അതെ. ഓ അങ്ങനെ. വയസ്സായ ഈച്ചകളെ വെള്ളത്തിന് വിടുവാണ്, വെള്ളം പോയി എടുത്തോണ്ട് വരാൻ. അപ്പോൾ അവിടെ തന്നെ ചത്ത് വീഴാറുണ്ട്. അത് ചാകാറായ ഈച്ചകളാണ്. ചിലത് ഒന്നും പിടിച്ചില്ലെങ്കിൽ തനിയെ ചാവും. ഇത് ലാസ്റ്റ് മൂവ്മെന്റിലാണ് ഈ വെള്ളം എടുക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേജ് വരുന്നത്. വെള്ളം എടുക്കാൻ കാണുന്ന ഈച്ചയെ നമ്മൾ കണ്ടും തൊഴുവുന്ന നല്ലതാ, കാരണം പ്രായമുള്ള ഈച്ചയല്ലി വന്ന് വെള്ളം എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ റാണി എന്ന് പറയുന്ന ഒരു സംവിധാനം എങ്ങനെയാണ്? അതെ, റാണിയെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈച്ചകൾ അതിന് കൂട് പിരിയാൻ വേണ്ടി വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ ഇത് പിരിച്ചു വെക്കുമ്പോൾ അതിന് റാണി ഇല്ലാതെ വരുമല്ലോ. അപ്പോൾ ഇതിൽ ക്വീൻ സെല്ല് കെട്ടും. ഈ ക്വീൻ സെല്ല് കെട്ടുമ്പം തന്നെ ഇതിലെ 3 ദിവസം പ്രായമുള്ള മുട്ട, 3 ദിവസം പ്രായമുള്ള മുട്ടയെ ആ ക്വീൻ സെല്ലിൽ കൊണ്ടുവച്ചിട്ട് റോയൽ ജെല്ലി നിറയ്ക്കും. റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഈ 20 ദിവസം പ്രായമുള്ള വേലക്കാരി ഈച്ചയുടെ തലച്ചോറിൽ നിന്ന് എടുക്കുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഭയങ്കര ഔഷധിയാണ്. അത് കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധി വളരുന്നതിനും ഇതിനുമൊക്കെ നല്ലതാണ്. ഭയങ്കര വിലയുമാണ്, സ്വർണത്തിനേക്കാളും വിലയുള്ള ഒരു സാധനമാണ് റോയൽ ജെല്ലി. ഈ റോയൽ രാജകീയമായ ഇതായിരിക്കും അല്ലേ? ഈ റോയൽ ജെല്ലി തിന്ന് വളരുന്ന കുഞ്ഞുങ്ങളിന് വ്യത്യാസം വരും. 1 വർഷം മുതൽ 3 വർഷം വരെ ജീവിച്ചിരിക്കാൻ ഈ റാണിക്ക് സാധിക്കും. റാണി മറ്റ് ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തതയായിരിക്കും. അത് ഈ റോയൽ ജെല്ലി കഴിച്ചു വളരുന്നത് കൊണ്ടാ. റോയൽ ജെല്ലി കഴിച്ചു വളരുന്ന ഈച്ച റാണിയായി മാറി. അത് റാണി 3 വർഷം 5 വർഷം വരെ ഇരിക്കുമെന്നാണ് നമ്മുടെ പ്രൊഫസർമാര് പറയുന്നത്. 5 വർഷം വരെ അതിന് കാലാവധി ഉണ്ടെന്ന്. പക്ഷെ എങ്കിലും 1 മുതൽ 3 വർഷം വരെ ഇരിക്കുന്ന ഈ റാണി ആയി മാറണമെങ്കിൽ ഇതില് റോയൽ ജെല്ലി കഴിച്ചു വളരണം. അങ്ങനെയുണ്ട്. റോയൽ ജെല്ലിയുടെ പ്രത്യേകതയാണത്. അത് പക്ഷെ ഇതിന് മാത്രമേ കഴിക്കാൻ പറ്റൂ, അല്ല. മറ്റുള്ളത് കഴിക്കത്തില്ല. അത് ഇത് തന്നെ കഴിക്കത്തുള്ളൂ. കാരണം അതിൽ വിരിഞ്ഞു വരുന്ന ഈ പുഴു ഇത് കഴിച്ചാണ് വളരുന്നത്. സാധാരണ പുഴുവിനേക്കാളും വലിയ പ്യൂപ്പയായി മാറണമെങ്കിൽ ഇത് ഈ റോയൽ ജെല്ലി കഴിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ വരുവാണ്. അപ്പൊ നമുക്ക് ഇതിനെ തുറന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ചെറുതേനീച്ചയുടെ പെട്ടി കൂട് അല്ലെങ്കിൽ വീടൊക്കെ തുറക്കുകയാണ്. തുറക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള തേനീച്ചയെ പിന്നെ മോനച്ചേട്ടൻ പറയുന്നത് 75% ചെറുതേനീച്ചയും ഇതിനകത്തോട്ട് ഈ കുപ്പിയിലോട്ടായിട്ടുണ്ട്. ഇനി നമ്മളത് തുറക്കുകയാണ്. അപ്പോൾ തുറക്കുമ്പോഴാണ് ഇവിടെ എന്താണ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാവുന്നത്. ഇത് ചെറിയ ഈച്ചയാണ്. ഇത് പിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിന്റെ മുട്ടകൾ ഇതിലെല്ലാം പകുതി വീതം നമ്മൾ മാറ്റിയിട്ട് ഈ ഈച്ചയെ അതിനകത്താണ് ഇടുന്നത്. അതിനകത്തിട്ട് നമ്മൾ കൊണ്ടുപോയി വേറെ വെക്കുന്നത് പിരിക്കുമ്പം. ഈ ഇരിക്കുന്ന എല്ലാം തേനാണ്. ഈ ഇരിക്കുന്ന എല്ലാം തേനാണ്. ഇത് മുട്ട, അതെടുക്കത്തില്ല. ഇതെല്ലാം മുട്ടയും തേനും എല്ലാം ഉണ്ട്. റാണിയെ കാണാൻ പറ്റുമോ നമുക്ക്? റാണി ഇരിക്കുന്നത് എവിടെയാണ്? റാണി ഈച്ചയെ നമ്മൾ വളരെ അനാദിയായിട്ട് ഇതിന് ഉള്ളിലിരിക്കേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ വളരെ അനാദിയായിട്ടേ കണ്ടുപിടിക്കാൻ പറ്റൂ. ചേട്ടാ, ഇത് എന്താണ്? ഈ ഇത് പഴയതും ഇത് പുതിയതുമാണ്. ഇത് വിരിയാറായ മുട്ടയാണ് ഈ കറുത്ത കാണിക്കുന്നത്. ഇത് പുതിയ മുട്ടകളാണ്. ഇത് നമ്മൾ രണ്ടായിട്ട് വിഭജിക്കും. രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ ഒരു കൂട് പിരിക്കുന്ന അങ്ങനെയാണ്. ഇതിലെ ഈ പൂമ്പൊടിയും തേനും ഇതിലും പകുതി വെക്കും. ഈ തേനെല്ലാം നമുക്ക് ഇനി എടുക്കാം. ഇതെല്ലാം എടുക്കാവുന്ന തേനാണ്. അതിന്റെ കൂടെ പൂമ്പൊടിയില്ല. അപ്പൊ അത് നമുക്ക് എടുക്കാം. ഇതെന്തോ വലിയ ഒരു ഇതാണ് തേൻ. ഇത് തേനാണ്. ഇത് ഈ പഴയ മുട്ട വിരിഞ്ഞ് വന്നതിന്റെയും ബിരിയാണിരിക്കുന്നതിന്റെയും മുട്ടകളാണ് ഈ വെച്ചിരിക്കുന്നതല്ല. ഇത് പുതിയ മുട്ടകൾ. ഈ സാധനം പുതിയത്. നമുക്ക് എന്താണ് പറയേണ്ടത്? വളരെ ഇതാണ് തേൻ കേട്ടോ. ചെറുതേൻ എന്ന് പറയുന്നത് ഇതാണ്. ചെറുതേന്റെ നമ്മൾ എങ്ങനെ ആയാലും അതിന്റെ മുട്ടകൾ എടുക്കുമ്പം അതിങ്ങനെ ഉടഞ്ഞൊരു ഒരു കുഴക്കട്ട പോലെ ഇങ്ങനെ വരും. അത് വരുമ്പം
അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പീസുകൾ എടുത്താൽ അതേ കണക്ക് വരും കട്ട് ചെയ്ത്. ഇതൊക്കെ നമ്മൾ സ്പൂണിലാണ് വടിച്ചിടുന്നത്. സ്പൂണ് കൊണ്ടാണ് ഈ തേനെല്ലാം എടുക്കുന്നത്. അപ്പോൾ മോനു ചേട്ടാ, ഈ വൻതേൻ ചെറുതേൻ എന്നീ 2 ഇനം തേൻ കൃഷിയാണ് ചേട്ടൻ ചെയ്യുന്നത്. അതെ ഉള്ളത്. അപ്പോൾ ഇതിന്റെ കൃത്യമായ ഒരു വിളവെടുപ്പ് കാലം അതിനെ കുറിച്ചൊന്ന് പറയാം. ജൂൺ മുതൽ നമ്മൾ ഇതിന് തീറ്റി കൊടുക്കും വലിയ ഈച്ചയ്ക്ക്. ജൂൺ മുതൽ നമ്മൾ പഞ്ചസാര വാങ്ങി വന്ന് പഞ്ചസാര ലായനി വെളിച്ചെണ്ണ രൂപത്തിലാക്കി ഇതിന് കൊടുക്കുന്നു. അത് 10 ദിവസം കൂടുമ്പം കൊടുത്ത് ജൂൺ ജൂലൈ 2 മാസം കൊടുത്തതിന് ശേഷം ആഗസ്റ്റ് മാസം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, പിരിച്ച് മാറ്റി വെച്ച് അതിനും തീറ്റി കൊടുക്കുന്നു. ഇതിന് വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പഞ്ചസാര ലായനി കൊടുക്കുന്നത്. ഇത് ഡിസംബർ വരെയും തുടർന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമുക്കൊരു കൂട്ടിൽ നിന്ന് എങ്ങനായാലും 4 കൂട് 5 കൂട് പിരിച്ച് സെപ്പറേറ്റ് 5 കൂടാക്കാൻ സാധിക്കും. ഇത് ആഗസ്റ്റ് മുതൽ പിരിച്ചു കഴിഞ്ഞാൽ 5 കൂട് ആ ഒരു കോളനിയിൽ നിന്ന് 5 കോളനി ആക്കി മാറ്റി കഴിയാം. എന്നിട്ട് നമ്മൾ തീറ്റി ഡിസംബറിൽ കൊടുത്ത് നിർത്തുകയാണ്. ഡിസംബറിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ തേന്റെ കാലമായത് കഴിഞ്ഞു. വിളവെടുപ്പ് കാലം ഫെബ്രുവരിയിലാണ് വിളവെടുപ്പ് കാലം. ജനുവരി ഫെബ്രുവരി. അപ്പൊ ഈ ജനുവരി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ വളർത്തിയെടുത്ത് ഇതിനെ എല്ലാം തരാതരം പോലെ ആക്കിയെടുക്കുന്നതാണ്. കാരണം എല്ലാത്തിലും ഒരേ കണക്ക് അടയാവണം. അതിനു വേണ്ടി നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടകൾ മാറ്റിയിടുകയും ഇതിന്റെ വളർച്ച കുറവുള്ള കൂടുകളിൽ മറ്റൊരു കൂട്ടിൽ നിന്ന് അട കൊണ്ടുവരും. 6 അടയും ഫുള്ളാവണം. ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ ഒരട അടിയിൽ നിന്ന് എടുത്ത് ഇതിൽ 5 ആയിട്ട് വെട്ടി മേലത്തെ ഹണി ചമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ തേനായി തുടങ്ങിയാൽ നമ്മൾ ഈ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതിൽ വെള്ള പൂശി ഇത് കെട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പെട്ടി നമ്മൾ വീണ്ടും ഒരു ഹണി ചമ്പർ വെച്ച് ഇതേ കണക്ക് അടയിൽ നിന്ന് ഒരു അടയെടുത്ത് വെട്ടി ഇതേ കണക്ക് 5 പീസ് മേളിൽ വെക്കും. അപ്പൊ ഈ വെട്ടിയിട്ട് കൊടുത്ത ആ റീപ്പറിൽ പുതിയ വെള്ള അട കെട്ടി ഇറങ്ങും. അത് നമ്മൾ വീണ്ടും ഉടച്ച് മേലത്തേല് വെച്ച് കൊടുക്കും. അങ്ങനെ ഫെബ്രുവരി ആകുമ്പോൾ 1-2 കൂട് നമ്മൾ മേൽത്തട്ടകൾ വെച്ച് കഴിയും. ഇതേ കണക്കുള്ള മേൽത്തട്ടുകൾ വെച്ച് കഴിയും. ആ മേൽത്തട്ടുകളിൽ തേനാകും. ഫെബ്രുവരിയിൽ ആകുമ്പോഴത്തേക്ക് തേനായി തുടങ്ങും. തേൻ നമ്മൾ എടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് തേനെടുക്കാം. 8 ദിവസം കൂടുമ്പോൾ നമ്മൾ തേനെടുക്കും. തേൻ നല്ല കാലാവസ്ഥ നമുക്ക് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ 8 ദിവസം കൂടുമ്പം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് വരെയും തേനെടുക്കാം. അപ്പോൾ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ എടുക്കാം. ഇത് വൻതേനെ കുറിച്ചല്ലേ പറയുന്നത്? വൻതേനെ കുറിച്ചല്ലേ പറയുന്നത്? അതെ, വൻതേനെ കുറിച്ചാണ് പറയുന്നത്. ചെറിയ ഈച്ചയുടെ ഒറ്റ പ്രാവശ്യം എടുക്കാനൊക്കെ ഒറ്റ പ്രാവശ്യം പിരിക്കാനും ഒക്കും. നമ്മൾ ചെറിയ ഈച്ചയെ പിരിക്കുമ്പം അത് തേനെടുക്കുമ്പോൾ ഒരുപാട് ഈച്ചകൾ നഷ്ടം വരും. അപ്പൊ അത് രണ്ടും ഒരു സമയത്ത് തന്നെ ചെയ്യണം. എടുത്തോണ്ട് വരുന്ന തേനകത്ത് ഇതിന്റെ മെഴുകും ഈച്ചയും ഒക്കെ കാണും. അതിന് വേണ്ടി അകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ നെറ്റ് വെച്ച് കെട്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ചേട്ടാ, ഇതെന്താണ്? ഇതാണ് നമ്മൾ എടുത്തു കൊണ്ടുവരുന്ന തേൻ. എടുത്തു കൊണ്ടുവന്ന് ശേഖരിക്കുന്നത്. ഈ തേൻ ഇതിവിടെ ശേഖരിച്ചതിന് ശേഷം അത് തേൻ എടുത്ത് സ്റ്റെറിലൈസ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്താണ് മറ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇത് പച്ചത്തേനാണ്. പച്ച. മറ്റത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അതിന്റെ ജലാംശവും ഈസ്റ്റിന്റെ അംശവും നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ കുപ്പികളിലാക്കി. അത് വേണം കുപ്പിയെ കൊണ്ടുവന്ന് കാണിക്കാം. ഇതിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഒഴിച്ച് വെച്ച തേൻ ആണിത്. 1 കിലോ 20 ഗ്രാം കാണും ഈ കുപ്പിയിൽ ഇവിടം വരെ. ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത തേനാണ്. ഇതിലെ ഈസ്റ്റിന്റെ അംശവും ജലാംശവും നഷ്ടപ്പെടുത്തി ആണ് ഞങ്ങൾ ഈ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുന്ന തേൻ നമ്മൾ മറ്റു ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ രീതിയിലാണ് കൊടുക്കുന്നത്. പച്ചത്തേന് വന്നാൽ പച്ചത്തേനും കൊടുക്കാറുണ്ട്. ചില കസ്റ്റമർ പറയും പച്ചത്തേൻ വേണം. ഇപ്പോൾ നമുക്ക് തേനീച്ച കൃഷിയെക്കുറിച്ച് വളരെ മനോഹരമായ അറിവുകൾ പകർന്നു തന്നു. അതിൻ്റെ ഉൽപ്പാദനം, വിപണനം, പരിചരണം എന്നീ വിവിധ കാര്യങ്ങളൊക്കെ പകർന്നു തന്ന മോഹനൻ ചേട്ടന് ഒത്തിരി നന്ദിയുണ്ട്. മറ്റൊരു വീഡിയോയുമായി AB ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.